ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സൺഡേ സ്കൂളിൽ പോയി തുടങ്ങിയ ആളാണ്. ദൈവം ആദമിനെ ഹവ്വയെ ഉണ്ടാക്കി അതെല്ലാം വിശ്വസിച്ച് സ്കൂളിൽ ചെന്ന് ഈ എവല്യൂഷൻ തിയറിയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേന് ഞാൻ അവിടുന്ന് പുച്ഛിക്കുവാണ് ഈ ടീച്ചറിനെ. ഇവരെന്തൊരു വിവരക്കേടായി പറയുന്നത്. ഞാൻ എഡ്യൂക്കേഷനെ കണ്ടോണ്ടിരുന്നത് അങ്ങനെ, ഇത് വെറും മണ്ടത്തരം, കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. ഇവരിത്രയും പഠിച്ചില്ലേ, ഇവരാണോ എന്നെ പഠിപ്പിക്കും? ഞാൻ പുച്ഛിച്ചു. സംശയങ്ങൾ ചോദിക്കുന്നില്ല, കാരണം എനിക്ക് പൂർണ്ണ ഉറപ്പാണ് എന്റേതാണ് ശരി. കാരണം എന്റെ അതാണ് ഓർഗനൈസ്ഡ് റിലിജൻ കുട്ടിക്കാലത്ത് പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് മദ്രസയിൽ വളരുന്നവരും മതപാഠശാലകളിലും സെമിനാരികളിലും പോകുന്നവര് വളരെ പാടുപെടും. അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതമല്ലാത്തത് കൊണ്ട്, ഒരു പ്രദേശത്തെ ജനങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ മാത്രമായിരിക്കുന്നതുകൊണ്ട് അതിന് അത്രയും ശക്തിയില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്. എന്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോഴാണ് ഞാൻ ഇത്ര ആലോചിക്കും, എനിക്ക് ഈ ഗതി വന്നു, ഇനി അവനെ പോലുള്ള. അന്നേരം പിന്നെ അവൻ യൂറോപ്പിൽ തന്നെയാണ്, അയർലൻഡിലാണ്, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ പോകാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, എന്റെ കൂട്ടുകാരുടെ മക്കൾ, അവർ കല്യാണം കഴിച്ചിട്ടുള്ള ഒത്തിരി പേര്, കല്യാണം കഴിക്കുമ്പോഴത്തേന് അവർക്ക് ഈ ഒരു ഇത് വരും. എങ്ങനെയും ഒരു എക്സ്പോഷർ കൊടുക്കണം. ഈ പർട്ടിക്കുലർ പെന്തക്കോസ്തിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങി.